നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ അതിൽ വരുന്ന കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളെക്കുറിച്ചും അതിൻ്റെ ആപ്ലിക്കബിലിറ്റിയെക്കുറിച്ചും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ക്ലാസ്സിൽ വെച്ചുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൻ്റെ ഫോർമാറ്റ്, അതുപോലെ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് തുടങ്ങിയവയൊക്കെ എഴുതി വെച്ചിരുന്നു. അപ്പോൾ അതിൽ വരുന്ന ഓരോ എലമെൻറ്റുകളെയും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തിൽ പറഞ്ഞത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ എന്തിനു വേണ്ടി കണ്ടുപിടിക്കുന്നത്? സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അല്ലെ, ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിനെ വിവിധ ഹെഡുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫോർമാറ്റ് നോക്കിയാൽ കാണാം. അപ്പോൾ അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് ഇതാണ്, നമുക്ക് റവന്യൂ ഫ്രം ഓപ്പറേഷനാണ്. അല്ലേ, റവന്യൂ ഫ്രം ഓപ്പറേഷൻ. അതായത് ഒരു കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സെയിൽസാണ്. ഓക്കെ, സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറച്ചതിന് ശേഷമുള്ള തുകയാണെന്ത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത് നമുക്ക് അതർ ഇൻകമാണ്. അതർ ഇൻകം സെയിൽസിന് പുറമേ നമുക്ക് റിസീവ് ചെയ്യുന്ന മറ്റെന്തെങ്കിലും കമ്മീഷൻ റിസീവ്ഡ്, അതുപോലെ റെൻറ്റ് റിസീവ്ഡ്, പിന്നെ ബാക്കി എന്തെങ്കിലും ഡിസ്കൗണ്ട് റിസീവ്ഡ്, അങ്ങനെയുള്ള റിസീവ് ചെയ്യുന്ന ഐറ്റംസ് ആണ് എന്ത് അതർ ഇൻകത്തിൽ വരുന്നത്. ഓക്കെ, എന്നിട്ട് അടുത്ത മൂന്നാമത്തെ നോക്ക് ടോട്ടൽ ഇൻകമാണ്. അതായത് ഈ റവന്യൂ ഫ്രം ഓപ്പറേഷനും അതുപോലെ അതർ ഇൻകവും ടോട്ടൽ ചെയ്യുന്നതാണ് എന്ത് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നാലാമത്തെ നോക്കിയതാണ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഈ എക്സ്പെൻസ് എന്ന് പറയുന്നത് അതിൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരുന്ന എക്സ്പെൻസുകളാണ്. പലതരത്തിലുള്ള എക്സ്പെൻസുകളുണ്ട്. ആ എക്സ്പെൻസുകൾ തന്നെ നമ്മൾ പലതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് നോക്ക് പർച്ചേസാണ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ കുറച്ച് കൊടുക്കുന്നതാണ് ടോട്ടൽ പർച്ചേസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ഇതാണ് ചേഞ്ച് ഇൻ ഇൻവെൻ്ററീസ് ആണ്. ഇൻവെൻ്ററിയിലുള്ള മാറ്റം, ക്ലോസിംഗ് സ്റ്റോക്കും അതുപോലെ ഓപ്പണിംഗ് സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചേഞ്ച് ഇൻ സ്റ്റോക്ക് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ അടുത്തത് ഇതാണ് എംപ്ലോയീസ് ബെനഫിറ്റ് എക്സ്പെൻസ് ആണ്. എംപ്ലോയീസ് ബെനഫിറ്റ് എക്സ്പെൻസ് എന്നുള്ളത് ചെയ്യുന്നത് നമ്മൾ സ്ഥാപനത്തിലുള്ള ജീവനക്കാർക്ക് കൊടുക്കുന്ന സാലറി ഉണ്ടായിരിക്കും, വേജസ് ഉണ്ടായിരിക്കും, അങ്ങനത്തെ കുറേ എക്സ്പെൻസുകളുണ്ട്. അല്ലേ, എംപ്ലോയീസിന് മാത്രം കൊടുക്കുന്ന കാര്യങ്ങളുള്ള എക്സ്പെൻസുകളാണ്. ആ എക്സ്പെൻസിൻ്റെ ടോട്ടലാണ് എന്ത് ചെയ്യേണ്ടത് എംപ്ലോയീസ് ബെനഫിറ്റ് എക്സ്പെൻസിൽ വരുന്നത്. ഇനി അടുത്ത് ഫിനാൻസ് കോസ്റ്റാണ്. സ്ഥാപനത്തിൻ്റെ ഫിനാൻസിലുള്ള കോസ്റ്റുകൾ. ഇപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് എന്തുണ്ടാവും, ലോൺ എടുത്തിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ലോണിൻ്റെ മുകളിൽ നമുക്ക് എന്താണ് പലിശ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും, ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അല്ലേ, ഇൻട്രസ്റ്റ് പെയ്ഡ്, അതുപോലെ ഡിവിഡൻഡ് പെയ്ഡ്, അങ്ങനെയുള്ള എക്സ്പെൻസുകളാണ് ഇതിൽ വരുന്നത് ഫിനാൻസ് കോസ്റ്റായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ഡിപ്രീസിയേഷനാണ്. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ നമ്മുടെ ഡിപ്രീസിയേഷൻ എക്സ്പെൻസുകളാണ്. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും ഓരോ ഫിക്സ്ഡ് അസറ്റിന് മുകളിൽ എത്ര പെർസെൻറ്റ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എല്ലാ ഫിക്സ്ഡ് അസറ്റിൻ്റെയും മുകളിൽ വന്നിട്ടുള്ള ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ച് ആ ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യേണ്ടത് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എന്നുള്ള ആ ഹെഡിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ ഉള്ളത് നമുക്ക് അതർ എക്സ്പെൻസ് ആണ്. അതർ എക്സ്പെൻസ് എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ എക്സ്പെൻസുകൾ പറഞ്ഞു, പർച്ചേസ് ഉണ്ട്, അതുപോലെ ചേഞ്ച് ഇൻ ഇൻവെൻ്ററികൾ, അതുപോലെ എംപ്ലോയീസ് ബെനിഫിറ്റ്, ഫിനാൻസ് കോസ്റ്റ്, ഡിപ്രീസിയേഷൻ എന്നിവയ്ക്ക് പുറമേയുള്ള ബാക്കിയുള്ള എക്സ്പെൻസുകൾ അതർ എക്സ്പെൻസുകളാണ്. ഇപ്പോൾ ജനറൽ എക്സ്പെൻസ് വരാം, മിസ്സലേനിയസ് എക്സ്പെൻസ്, റെൻറ്റ്, അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ല്, ഇതൊക്കെ നമുക്ക് എന്തിൽ വരുന്നുണ്ട് ഈ ഒരു അതർ എക്സ്പെൻസ് എന്ന ഹെഡിലാണ് വരുന്നത്. ദെൻ ടോട്ടൽ എക്സ്പെൻസ് ആണ്. അപ്പോൾ ഈ എക്സ്പെൻസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ടോട്ടൽ ചെയ്യാണ്. അപ്പോൾ എക്സ്പെൻസ് ഹെഡിൽ വരുന്ന എല്ലാ ഹെഡുകളും എന്ത് ചെയ്യും, സബ് ഹെഡുകളും നമ്മൾ എന്ത് ചെയ്യും ടോട്ടൽ ചെയ്യും. എന്തിനു വേണ്ടിയാണ്? ടോട്ടൽ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഹെഡ് നോക്കുന്നത് പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് ബിഫോർ ടാക്സിന് മുമ്പുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഹെഡ് ഏതാണ്? ടോട്ടൽ ഇൻകം ഉണ്ടായിരിക്കും. നമ്മൾ ഈ ടോട്ടൽ ഇൻകത്തിൽ നിന്നും എന്ത് കുറയ്ക്കണം? ഏറ്റവും താഴെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ടോട്ടൽ എക്സ്പെൻസ് കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്നതാണ് എന്ത് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ ലോസ് ആയിരിക്കും, പോസിറ്റീവ് ആണെങ്കിൽ അത് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ഇൻകത്തിൽ നിന്നും എന്ത് കുറയ്ക്കുക? ടോട്ടൽ എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും, ടാക്സിന് മുമ്പുള്ള പ്രോഫിറ്റ്. ഓക്കെ, ഇനി അതിൽ നിന്നും നമ്മൾ എന്ത് കുറയ്ക്കുകയാണ്? അതിൽ നിന്നും നമ്മൾ എന്ത് തോന്നുന്നു ടാക്സ് എക്സ്പെൻസുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50% 40% ഒക്കെ നമ്മൾ ടാക്സ് എക്സ്പെൻസുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടാക്സ് എന്ത് ചെയ്യണം കുറച്ചതിന് ശേഷം എന്ത് ചെയ്യണം കിട്ടുന്ന തുകയായിരിക്കും നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്നും ടാക്സ് എക്സ്പെൻസ് കുറച്ചതിന് ശേഷം വരുന്ന ബാക്കിയുള്ള തുകയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആഫ്റ്റർ ടാക്സ് കിട്ടുന്ന ശേഷം ലഭിക്കുന്ന പ്രോഫിറ്റ് എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്? നമുക്ക് റിസർവ് ആൻഡ് സർപ്ലസിലേക്ക്, ബാലൻസ് ഷീറ്റിലെ റിസർവ് ആൻഡ് സർപ്ലസിലേക്ക് എന്ത് ചെയ്യണം? ഫോർവേഡ് ചെയ്യണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായി വരും. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഈ ഫോർമാറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റുകൾ അല്ലേ? ക്ലോസിംഗ് സ്റ്റോക്ക്, എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു എക്സ്പെൻസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ എങ്ങനെയാണ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് ഫൈനൽ അക്കൗണ്ടിൻ്റെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കറിയാം എന്താണ്? സ്റ്റോക്ക് അറ്റ് ദി അല്ലെങ്കിൽ അൺസോൾഡ് ഗുഡ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ആണ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനത്തിൽ വിൽക്കാതെ കിടക്കുന്ന സ്റ്റോക്കുകളെ പറഞ്ഞ പേരാണെന്ത്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് രണ്ട് സ്ഥലത്ത് അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങൾ എന്തെങ്കിലും കാണിക്കേണ്ടി വരും. ഒന്ന് ബാലൻസ് ഷീറ്റിലും അതുപോലെ എവിടെയാണ്, ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലും എന്ത് ചെയ്യണം? കാണിക്കണം. അപ്പോൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ എവിടെയാണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലും അതുപോലെ കാണിക്കേണ്ടത് എവിടെയാണ്? ബാലൻസ് ഷീറ്റിലുമാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ കാണിക്കേണ്ടത് ഈ ചേഞ്ച് ഇൻ ഇൻവെൻറ്ററി എന്ന ഇതിലാണ് എന്ത് ചെയ്യേണ്ടത്? കാണിക്കേണ്ടത്. ചേഞ്ച് ഇൻ ഇൻവെൻറ്ററിയിൽ കണ്ടുപിടിക്കണമെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ച എമൗണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? അവിടെ ചേഞ്ച് ഇൻ ഇൻവെൻറ്ററിയിൽ കാണിക്കേണ്ടത്. രണ്ടാമത് ബാലൻസ് ഷീറ്റിലാണ്. ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റിൻ്റെ ഹെഡിൽ ഇൻവെൻറ്ററി എന്ന ഹെഡിൽ എന്ത് ചെയ്യണം? കൊടുക്കണം. ഇൻവെൻറ്ററീസ് എന്ന് പറഞ്ഞ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യണം? കാണിക്കുകയും ചെയ്യുക. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആർ ദോസ് എക്സ്പെൻസ് വിച്ച് ആർ അൺപെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു വർഷത്തിൻ്റെ അവസാനത്തിൽ കൊടുക്കാതെ കിടക്കുന്ന എക്സ്പെൻസുകളെ പറയുന്ന പേരാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. അപ്പോൾ ഈ എക്സ്പെൻസ് നമ്മൾ കാണിക്കേണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റ് അതുപോലെ കാണിക്കേണ്ടത് എവിടെയാണ്? നോട്ട് ടു അക്കൗണ്ടിലാണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അതിൻ്റെ നോട്ട് ടു അക്കൗണ്ടിലാണ് എന്ത് ചെയ്യേണ്ടത്? കൺസേൺഡ് എക്സ്പെൻസിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കാണിക്കുക. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ കൺസേൺഡ് എക്സ്പെൻസോട് കൂടി ഏതിൽ കാണിക്കണം പറയുന്നുണ്ട്? നോട്ട് ടു അക്കൗണ്ടിൽ കാണിക്കുക. രണ്ടാമത് എന്ത് ചെയ്യാൻ പറയുന്നുണ്ട്? ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റാണ് അല്ലെ? ബാലൻസ് ഷീറ്റിൽ ഇവിടെ കാണിക്കാൻ പറയുന്നുണ്ട് കറണ്ട് ലാബിലിറ്റീസിൽ അതർ കറണ്ട് ലാബിലിറ്റീസ് എന്ന ഹെഡിലാണ് എന്ത് ചെയ്യേണ്ടത്? കാണിക്കേണ്ടത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലാബിലിറ്റീസ് എന്ന ഹെഡിൽ അതർ കറണ്ട് ലാബിലിറ്റീസ് എന്ന സബ് ഹെഡിൽ എന്ത് ചെയ്യുക? കൊടുക്കുക. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താണ്? പെയ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സ്പെൻസ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം എക്സ്പെൻസിനെയാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്പെൻസ് സ്ഥാപനത്തെ സംബന്ധിച്ചോളം എന്താണ്? ഒരു അസറ്റാണെന്ന് പറയാം. അപ്പോൾ ഈ അസറ്റ് എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇതിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ അതിൻ്റെ നോട്ട് ടു അക്കൗണ്ടിൽ കൺസേൺഡ് എക്സ്പെൻസിൽ നിന്നും എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യുക. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൻ്റെ നോട്ട് ടു അക്കൗണ്ടിൽ കൺസേൺഡ് എക്സ്പെൻസ് ഏതാണോ ആ എക്സ്പെൻസിൽ നിന്ന് എന്ത് ചെയ്യണം? ലെസ് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത് ബാലൻസ് ഷീറ്റിലാണ്. ബാലൻസ് ഷീറ്റിൽ എവിടെ കാണിക്കേണ്ടി വരും? ബാലൻസ് ഷീറ്റിൻ്റെ മെയിൻ ഹെഡായിട്ടുള്ള കറണ്ട് അസറ്റ് ഹെഡ് ഉണ്ട്. കറണ്ട് അസറ്റിൻ്റെ ഹെഡിലുള്ള ഒരു സബ് ഹെഡ് ഉണ്ട്, അതർ കറണ്ട് അസറ്റ്. അതിലാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു പ്രീപെയ്ഡ് എക്സ്പെൻസ് കാണിക്കേണ്ടത്. നാലാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതായത് ഇപ്പോൾ നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇൻകം അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്യാണ്? റിസീവ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇൻകം റിസീവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചോളം അതെന്തായിരിക്കും? അത് ലാബിലിറ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റായി പറഞ്ഞത് എവിടെയായിരിക്കും? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലാണ്. അതെന്ത് ചെയ്യാൻ പറയുന്നുണ്ട്? കൺസേൺഡ് ഇൻകത്തിൽ നിന്ന് ഏതാണോ ഇൻകം ആ കൺസേൺഡ് ഇൻകത്തിൽ നിന്നും എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യുക. എവിടെയാണ് കാണിക്കേണ്ടത്? നോട്ട് ടു അക്കൗണ്ടിലാണ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൻ്റെ നോട്ട് ടു അക്കൗണ്ടിൽ കൺസേൺഡ് ഇൻകം ഏതാണോ ആ ഇൻകത്തിൽ നിന്നും എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുക. അതുപോലെ ബാലൻസ് ഷീറ്റിലാണെങ്കിൽ ഇത് നമ്മൾ പറഞ്ഞു ലാബിലിറ്റിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലാബിലിറ്റി എവിടെ കാണിക്കേണ്ടി വരും? ബാലൻസ് ഷീറ്റിൽ
കറണ്ട് ലാബിലിറ്റീസ് എന്ന മെയിൻ ഹെഡിലുള്ള അതർ കറണ്ട് ലാബിലിറ്റീസ് എന്ന ഹെഡിലാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കാണിക്കേണ്ടത്. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് അക്രൂഡ് ഇൻകം അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറയും. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എന്നാണ് പറയുന്നത്. അതായത് ഇൻകം നമുക്ക് എന്താണ് കിട്ടാനായിട്ടുണ്ട്, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. ഡ്യൂ ആയിട്ടുണ്ട്, പക്ഷേ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇൻകത്തിനെ പറഞ്ഞ പേരാണ് അക്രൂഡ് ഇൻകം അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റായി പറയുന്നത് എവിടെയാണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ എന്താണ് കൺസേൺഡ് ഇൻകത്തോടു കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഏതിലാണ്, നോട്ട് ടു അക്കൗണ്ടിലാണ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൻ്റെ നോട്ട് ടു അക്കൗണ്ടിൽ കൺസേൺഡ് ഇൻകത്തോടു കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതേപോലെ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. എവിടെയാണ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ്സ് കോളത്തിൽ കറണ്ട് അസറ്റ് ഉണ്ടാവും. കറണ്ട് അസറ്റിൽ അതിൽ കറണ്ട് അസറ്റിലുള്ള സബ്ബഡ് ആയിട്ടുള്ള അതർ കറണ്ട് അസറ്റ്സിലാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു അക്രൂഡ് ഇൻകം കാണിക്കേണ്ടത്. അഡ്ജസ്റ്റ്മെൻറ്റ് ഡിപ്രീസിയേഷനാണ്. നമുക്കറിയാം ഡിപ്രീസിയേഷൻ ഈസ് ദി ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് അസറ്റ് ഡ്യൂ ടു വിയർ ടിയർ ആൻഡ് പാസേജ് ഓഫ് ടൈം ഓർ ഒബ്സലൻസ്. അപ്പോൾ ഒരു അസറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂലുണ്ടാകുന്ന ഡിക്രീസിനെ പറയുന്ന പേരാണ് ഡിപ്രീസിയേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡിപ്രീസിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട് എന്ത് ചെയ്യാറുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്, നമുക്കറിയാം അല്ലേ. അപ്പോൾ അതിൽ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എവിടെയാണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലാണ്. അപ്പോൾ അതിൽ നമുക്കൊരു ഹെഡ് ഉണ്ട് അവിടെ, ഏതാണ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ഉള്ളത്. അപ്പോൾ അത് നമുക്ക് നേരിട്ട് അവിടെ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് നമ്മൾ നോട്ട് ടു അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, എല്ലാത്തിൻ്റെയും ഡിപ്രീസിയേഷൻ ഇവിടെ കാണിക്കുക, നോട്ട് ടു അക്കൗണ്ടിൽ കാണിക്കുക. എന്നിട്ട് അതിൻ്റെ ടോട്ടലാണ് ഇവിടെ കാണിക്കേണ്ടത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എന്നുള്ള ഹെഡിൽ കാണിക്കേണ്ടത്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ എവിടെ ചെയ്യണം, നോട്ട് ടു അക്കൗണ്ടിൽ ചെയ്യുക. എത്രയാണോ ഡിപ്രീസിയേഷൻ ഉള്ളത് മൊത്തം കണ്ടുപിടിച്ചത് അവിടെ ടോട്ടൽ ചെയ്യുക. എവിടെയാണ്, ഈ ഒരു നോട്ട് ടു അക്കൗണ്ടിൽ. എന്നിട്ട് ആ ടോട്ടലാണ് എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ രണ്ടാമത് ഇവിടെ കാണിക്കേണ്ടതുണ്ട് ബാലൻസ് ഷീറ്റിലാണ്. ബാലൻസ് ഷീറ്റിൽ നമുക്ക് ഡിപ്രീസിയേഷൻ ഡയറക്റ്റായി കാണിക്കാൻ പാടില്ല. അതിന് മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ടു അക്കൗണ്ടിൽ കൺസേൺഡ് അസറ്റിന് എന്ത് ചെയ്യണം, കുറച്ച് കാണിക്കുക. ഓക്കെ, കൺസേൺഡ് അസറ്റിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് ഉള്ള എമൗണ്ട് മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ് കോളത്തിൽ കാണിക്കുകയുള്ളൂ. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എവിടെ ചെയ്യുക, നോട്ട് ടു അക്കൗണ്ടിൽ ചെയ്യുക. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബാഡ് ഡെപ്റ്റ് ആണ്. നമുക്കറിയാം ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, റിക്കവറബിൾ ഡെപ്റ്റ് ആണ്. അതായത് തിരിച്ച് കിട്ടാത്ത കടങ്ങളാണ്. അപ്പോൾ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ റിക്കവറബിൾ ഡെപ്റ്റ് ഈസ് നോൺ ആസ് ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനിക്ക് തിരിച്ച് കിട്ടാത്ത കടങ്ങളെയാണ് നമ്മൾ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാഡ് ഡെപ്റ്റ് നമുക്ക് രണ്ട് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ് ചെയ്യാൻ പറ്റുകയാണ്. ഓക്കെ, അപ്പോൾ ബാഡ് ഡെപ്റ്റ് ഒന്നാമത്തെ കേസ് പറഞ്ഞാൽ എന്താണ്, വെൻ ദി ഡെറ്റ് ഈസ് ഗിവൺ ഇൻ ദി ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൽ മാത്രമാണ് ബാഡ് ഡെപ്റ്റ് തന്നതെങ്കിൽ ആ ബാഡ് ഡെപ്റ്റ് നമ്മളിവിടെ കാണിച്ചാൽ മാത്രം മതി. അത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ അതർ എക്സ്പെൻസിൽ എന്ത് ചെയ്യാം, കാണിച്ചാൽ മാത്രം മതി. ഓക്കെ, ബാഡ് ഡെപ്റ്റ് ട്രയൽ ബാലൻസിൽ മാത്രമാണ് തന്നതെങ്കിൽ എന്ത് ചെയ്യണം, അത് എവിടെ മാത്രം കാണിക്കുക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ അതർ എക്സ്പെൻസിൽ മാത്രം എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുക. എന്നാൽ ഈ ഒരു ബാഡ് ഡെപ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലും കൂടി തരികയാണ്. ട്രയൽ ബാലൻസിലും അഡ്ജസ്റ്റ്മെൻറ്റിലും തരികയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് സ്ഥലത്ത് ട്രീറ്റ് ചെയ്യണം. അതൊന്ന് എവിടെ ആയിരിക്കണം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലും കാണിക്കേണ്ടി വരും, അതുപോലെ എവിടെയാണ്, ബാലൻസ് ഷീറ്റിലും കാണിക്കേണ്ടി വരും. അപ്പോൾ അത് എവിടെയാണെന്ന് പറയുന്നുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എന്ത് ചെയ്യണം, അതർ എക്സ്പെൻസിൽ കാണിക്കുകയും അതുപോലെ ബാലൻസ് ഷീറ്റിൽ എവിടെ കാണിക്കണം, അത് ബാലൻസ് ഷീറ്റിൻ്റെ കറണ്ട് അസറ്റ് എന്ന ഹെഡിലാണ് എന്ത് ചെയ്യേണ്ടത്, കാണിക്കേണ്ടത്. കറണ്ട് അസറ്റിൻ്റെ ഹെഡിൽ എവിടെ കാണിക്കുക, ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞ് കാണിക്കുക. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ അസറ്റ് കോളത്തിൽ എന്ത് ചെയ്യാൻ പറയുന്നുണ്ട്, കറണ്ട് അസറ്റ് എന്ന ഹെഡിൽ എന്ത് ചെയ്യണം, ബിൽസ് റിസീവബിൾ അല്ലെങ്കിൽ ട്രേഡ് റിസീവബിൾ എന്ന പേരിൽ കാണിക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ബാഡ് പ്രൊവിഷൻ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഫൈനൽ അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ രണ്ട് കേസുകൾ ഉപയോഗിക്കുകയാണ്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് പ്രൊവിഷൻ അപ്പിയർ ഇൻ ദി ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൽ മാത്രമാണ് പ്രൊവിഷൻ ഉള്ളതെങ്കിലും അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പ്രൊവിഷൻ ഉള്ളതെങ്കിലുമാണ്. അപ്പോൾ അതിൽ ട്രയൽ ബാലൻസിൽ മാത്രമാണ് പ്രൊവിഷൻ ഉള്ളതെങ്കിൽ ആ പ്രൊവിഷനെ പറഞ്ഞ പേരാണ് ഓൾഡ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ട്രയൽ ബാലൻസിലാണ് പ്രൊവിഷൻ എങ്കിൽ അതിനെ നമ്മൾ ഓൾഡ് പ്രൊവിഷൻ എന്ന് പറയുന്നു. എന്നാൽ അഡ്ജസ്റ്റ്മെൻറ്റിലും പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, ന്യൂ പ്രൊവിഷൻ എന്നും പറയുന്നു. അപ്പോൾ ഈ രണ്ട് പ്രൊവിഷനുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലും
അതുപോലെ ഇതാണ് ബാലൻസ് ഷീറ്റിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഒരു പ്രൊവിഷൻ നമുക്ക് തരുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റിലും അതുപോലെ ഇതാണ് ട്രയൽ ബാലൻസിലും പ്രൊവിഷൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റാണ് നമുക്കിനി ചെയ്യണത്. അത് നോക്ക്, ആദ്യം അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തുന്നതാണ് നോട്ട് ടു അക്കൗണ്ടിലാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലെ നോട്ട് ടു അക്കൗണ്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. ആദ്യം ഏതിലാണ് അതർ എക്സ്പെൻസിലാണ് കാണിക്കേണ്ടത് അല്ലേ? അതർ എക്സ്പെൻസിൽ ബാഡ് ഡെപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ട്രയൽ ബാലൻസ് തന്നിട്ടുള്ള ബാഡ് ഡെപ്റ്റ്, അതുപോലെ ഇതാണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലും ബാഡ് ഡെപ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതും എഴുതി കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ആഡ് ന്യൂ പ്രൊവിഷനാണ്, അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുള്ള പ്രൊവിഷൻ എത്രയാണോ അതാണ് എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ആഡ് ചെയ്യണം. ഏതൊക്കെയാണ്? ഒന്ന് ബാഡ് ഡെപ്റ്റ്, ട്രയൽ ബാലൻസ് ബാഡ് ഡെപ്റ്റ് ഉണ്ടായിരിക്കും, അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ബാഡ് ഡെപ്റ്റ് ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ എന്താണ്? ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്യുക. എന്നിട്ട് ലെസ്, കണ്ടില്ലേ? ഏതാണ്? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, അതായത് ഓൾഡ് പ്രൊവിഷനാണ്. ട്രയൽ ബാലൻസ് തന്നിട്ടുള്ള ഓൾഡ് പ്രൊവിഷൻ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഇതിന് ശേഷമുള്ള എമൗണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഔട്ടർ കോളത്തിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അത് ഏതിലാണ്? ഈ പ്രൊവിഷനുമായി ബന്ധപ്പെട്ടുള്ള എമൗണ്ടാണ് അതർ എക്സ്പെൻസിൽ പ്രൊവിഷൻ തന്നെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അതിൻ്റെ താഴെ മറ്റും നോക്ക്, അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ബാലൻസ് ഷീറ്റിൽ പറയുന്നത് ഏതാക്ക്? നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യേണ്ടത് നോട്ട് ടു അക്കൗണ്ടിൽ ട്രേഡ് റിസീവബിളാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം സൺട്രി ഡെപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, ഡെപ്റ്റേഴ്സിന് ഒക്കെ ലെസ് ചെയ്യണം. അവിടെ ആഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ ലെസ് ചെയ്യണം. അപ്പോൾ ഡെപ്റ്റേഴ്സിന് ബാഡ് ഡെപ്റ്റ് ആണ്, അഡ്ജസ്റ്റ്മെൻറ്റിലെ ബാഡ് ഡെപ്റ്റ് ലെസ് ചെയ്യണം. അതുപോലെ നിന്നാണ് നമ്മൾ ന്യൂ പ്രൊവിഷൻ ലെസ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ടാണ് ഔട്ടർ കോളത്തേക്ക് കൊടുക്കേണ്ടത്. ഇതാണ് ഇതിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ട കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ. കുറേ ഉണ്ട്, പക്ഷെ നമുക്കിതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഈ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമേ എന്തിനുള്ളൂ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നാമത് പറഞ്ഞ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, പിന്നെ അതുപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം ഉണ്ട്, അതുപോലെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട്, അതുപോലെ പ്രൊവിഷൻ ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങളാണ്. ഓക്കെ, ഇത്രയുമാണ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ചെയ്യാനുള്ളത്. ആക്കാൻ പറ്റുന്നത് ഏണിംഗ് പെർ ഷെയർ, ഒരു ഷെയറിൽ നിന്നുള്ള വരുമാനമാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു EPS ഉപയോഗിക്കുന്നത്. അതായത് ഒരു വർഷത്തിൽ നമുക്ക് സ്ഥാപനത്തിന് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ലോസ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഒരു വർഷത്തിൽ നമുക്ക് ടോട്ടൽ ലഭിച്ച പ്രോഫിറ്റിൽ ഒരു ഷെയറിന് എത്ര വരുമാനം കിട്ടുമെന്നുള്ളത് കണക്കാക്കാൻ വേണ്ടിയാണ് ഈ ഒരു EPS എന്നുള്ളൊരു കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. അതിന് ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. EPS is equal to profit or loss for the period divided by average number of equity shares outstanding during the period. അപ്പോൾ ഒരു വർഷത്തിൽ മൊത്തം എത്രയാണോ പ്രോഫിറ്റ് ലഭിച്ചത് ആ പ്രോഫിറ്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? EPS കിട്ടുകയാണ്, ഏണിംഗ് പെർ ഷെയർ. അപ്പോൾ ഒരു ഷെയറിൽ നിന്നും എത്ര വരുമാനം കിട്ടും എന്നുള്ളത് കണക്കാക്കാൻ വേണ്ടിയാണ് ഈ EPS ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ ടോട്ടൽ പ്രോഫിറ്റിനെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? EPS ലഭിക്കും. ഇതിനി പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് വരുന്ന ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ് അല്ലെങ്കിൽ ചെറിയൊരു നോട്ടാണ് ടാക്സ് ഓൺ ഡിവിഡൻഡ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. നമുക്കറിയാം ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയറിൻ്റെ മുകളിലുള്ള റിട്ടേൺ ആണ് അല്ലെ, വരുമാനമാണ്, ഷെയർ ഹോൾഡർമാർക്ക് കിട്ടുന്ന വരുമാനമാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി ഇങ്ങനെ ഡിവിഡൻഡ് ആർക്ക് കൊടുക്കേണ്ടതുണ്ട്? ഷെയർ ഹോൾഡർമാർക്ക് കൊടുക്കുമ്പോൾ ആ ഷെയർ ഹോൾഡർമാർ അവർക്ക് ലഭിക്കുന്ന ഷെയറിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഡിവിഡൻഡിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. ഈ ടാക്സിനെ പറഞ്ഞ പേരാണ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ന് പറയുന്നത്. ടാക്സ് ഓൺ ഡിവിഡൻ്റ് ആണ്. അപ്പോൾ ഡിവിഡൻറ്റിൻ്റെ മുകളിൽ ലഭിക്കുന്ന കൊടുക്കുന്ന ടാക്സ് ആണെന്ത്? കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് അല്ലെങ്കിൽ CDT എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ CDT സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? അവിടെ ഒരു കമ്പനി ഷെയർ ഹോൾഡർമാർ എന്ത് ചെയ്യുന്നു? ഷെയർ ഹോൾഡർമാർക്ക് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ആ ഡിവിഡൻറ്റിൻ്റെ മുകളിൽ കൊടുക്കുന്ന ടാക്സിനെയാണ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് അല്ലെങ്കിൽ CDT എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഡിവിഡൻറ്റ് മുകളിലാണ് എന്ത് ചെയ്യുക? ടാക്സ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നെറ്റ് ഡിവിഡൻറ്റിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ടാക്സ് കണക്കാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു 50,000 രൂപയുണ്ടെങ്കിൽ ഡിവിഡൻ്റ് ആണെങ്കിൽ 50,000 നെറ്റ് ഡിവിഡൻ്റാണ്. അപ്പോൾ അതിൽ നമ്മൾ ടാക്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ, ടാക്സ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഗ്രോസ് ഡിവിഡൻ്റായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു 15% നെറ്റ് ടാക്സ് ആണെങ്കിൽ ബാക്കി 85% മാത്രമായിരിക്കും എന്തുണ്ടാവുക? നെറ്റ് ഡിവിഡൻ്റായിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ 85% നെറ്റ് ഡിവിഡൻറ്റിൻ്റെ മുകളിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ടാക്സ് കണക്കാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചുള്ള സംഭവമാണ് പറയുന്നത്. അപ്പോൾ അവിടെ നോക്ക്, നമ്മുടെ ബേസിക്കായിട്ടുള്ള CDT റേറ്റ് എന്ന് പറയുന്നത് 15% ആണ്.
അതിൻ്റെ കൂടെ ആഡ് സർചാർജ് 12% ഓഫ് ബേസിക് റേറ്റിൻ്റെ 12% എന്ന് പറഞ്ഞ് 1.8% ആണ്. ദെൻ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ആഡ് എഡ്യൂക്കേഷൻ സെസ് 4% ഓഫ് ബേസിക് റേറ്റ് പ്ലസ് സർചാർജ്. ദെൻ ടോട്ടൽ വരുമ്പോൾ 0.672. ദെൻ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ആകെ കിട്ടുന്ന CDT എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ന് പറയുന്നത് എത്ര % ആയിരിക്കും? 17.472% ആണ് ഇതിന് ഒരു കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ എത്രയാണെങ്കിലും, എത്ര പ്രോഫിറ്റ് ആണെങ്കിലും ഡിവിഡൻഡ് ആണെങ്കിലും അതിൻ്റെ മുകളിൽ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ന് പറയുന്നത് 17.472% എന്ത് ചെയ്യേണ്ടത്, ചാർജ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഇനി CDTയുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കുക, A Limited has issued and allotted 250,000 shares of ₹10 each. All the allottees have paid the called up cap amount of ₹7 per share, with the exception of call money at 2 per share on to the 25,000 shares. Some shareholders holding 15,000 shares in aggregate have paid all in calls in advance ₹3 per share. The company has proposed dividend on equity shares at 10%. Calculate the amount of dividend and corporate dividend tax. ഇതാണ് നമ്മുടെ ചോദ്യം തന്നിട്ടുള്ളത്. അതായത് A Limited ഇതിൻ്റെ 2,50,000 ഷെയർ, 10 രൂപ വിലയുള്ള 2,50,000 ഷെയറുകൾ എന്തിട്ടുണ്ട്, അലോട്ട് ചെയ്തിട്ടുണ്ട്. All the allottees have paid the called up amount ₹7 per share. അപ്പോൾ എല്ലാ അലോട്ടുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഷെയർ അനുവദിച്ച എല്ലാവരും 7 രൂപ വിളിച്ച 7 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, അടച്ചിട്ടുണ്ട്. പക്ഷേ ഒരാൾ മാത്രം 25,000 ഷെയറിൻ്റെ കോൾ മണി, 2 രൂപ കോൾ മണി അടച്ചിട്ടില്ല. ദെൻ സം holding 15,000 shares aggregate have paid calls in advance ₹3 per share. കുറച്ച് ഷെയർ ഹോൾഡർമാർ എന്തിട്ടുണ്ട്, അവിടെ 3 രൂപ പ്രകാരം വന്നിട്ടുണ്ട് 15,000 ഷെയറുകൾക്ക് അഡ്വാൻസും കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ദി കമ്പനി ഹാവ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസ് 10%. അപ്പോൾ കമ്പനി 10% എന്ത് നൽകിയിട്ടുള്ളത്, അതിൻ്റെ ഇക്വിറ്റി ഷെയറിൻ്റെ മുകളിലുള്ള ഡിവിഡൻഡ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, മൊത്തം പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയുണ്ട്, അതുകൊണ്ട് ആ ഇഷ്യൂ ചെയ്ത 2,50,000 ഷെയറാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് മൊത്തം എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല, വിളിച്ചിട്ടില്ല. ആകെ 7 രൂപ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ പെയ്ഡപ്പ് ക്യാപിറ്റലാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി അതിൻ്റെ ആൻസർ നോക്ക്. ആ പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോൾഡ് അപ്പ് ക്യാപിറ്റൽ മൈനസ് കോൾസ് ഇൻ ഏരിയർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആകെ വിളിച്ച തുക എന്ന് പറയുന്നത് 2,50,000 വിളിച്ചിട്ടുണ്ട് അല്ലേ, 7 രൂപ പ്രകാരം വിളിച്ചിട്ടുണ്ട്. പക്ഷേ 25,000 ഷെയറിൻ്റെ 2 രൂപ പ്രകാരം നമുക്ക് എന്ത് ചെയ്തില്ല, തന്നിട്ടുമില്ല. അപ്പോൾ മൊത്തം കിട്ടിയ തുക 17,50,000 50,000 രൂപ എന്താണ്, അത് കോൾസിൻ്റെതായി കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 17 ലക്ഷം രൂപയാണ് ആകെയുള്ള പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പിന്നെ അപ്പോൾ നമ്മുടെ ഇക്വിറ്റി ഷെയറിൻ്റെ മൊത്തം പെയ്ഡപ്പ് ക്യാപിറ്റൽ പറയുന്നത് 17 ലക്ഷം രൂപയാണ്. ഈ 17 ലക്ഷത്തിൻ്റെ നെറ്റ് ഡിവിഡൻ്റാണ് എത്ര ശതമാനമായി പറയുന്നത്, 10%. അപ്പോൾ 1,70,000 രൂപയാണ് നെറ്റ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. 1,70,000 രൂപയാണ് നെറ്റ് ഡിവിഡൻഡ്. അപ്പോൾ നമുക്കിനി എന്ത് കണക്കാക്കണം, അതിൻ്റെ ഗ്രോസ് ഡിവിഡൻഡ് നമ്മൾ പറഞ്ഞു എത്രയായിരുന്നു, 100% ആണെങ്കിൽ അതിൽ എത്ര ശതമാനമാണോ ടാക്സ് വരുന്നത് എങ്കിൽ ബാക്കി മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമുക്ക് ഗ്രോസ് ഡിവിഡൻഡായി കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ 1,70,000 × 100 / 85. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലേക്ക് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഗ്രോസ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട് കിട്ടണമെങ്കിൽ, നെറ്റ് ഡിവിഡൻഡ് ഇൻറ്റു കോമൺ ആയിട്ട് 100 / 85. അങ്ങനെ നമുക്ക് എത്ര ഇട്ടുണ്ട്, 2 ലക്ഷം രൂപയാണ് ഗ്രോസ് ഡിവിഡൻഡ് ഉള്ളത്. അപ്പോൾ ഈ ഗ്രോസ് ഡിവിഡൻഡിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ 17% സംതിങ് ഉള്ള ടാക്സ് എന്ത് ചെയ്യേണ്ടത്, കണക്കാക്കേണ്ടത്. അതാണ് CDT = 2 ലക്ഷം × 17.472 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കിട്ടുമ്പോൾ നമുക്ക് എത്ര CDT ഉണ്ട്, 34,944 രൂപയാണ് CDT ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ CDT നമ്മൾ എഴുതേണ്ടത് എവിടെയാണ് പറയുന്നുണ്ട്, ബാലൻസ് ഷീറ്റ് ഷോർട്ട് ടേം പ്രൊവിഷനിലാണ് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റനിൽ CDT കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് തരില്ല, ആ റേറ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, പിന്നെ അത് ബാലൻസ് ഷീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അത്
ഷോർട്ട് ടേം പ്രൊവിഷൻ എന്ന ഹെഡിലാണ് എന്ത് ചെയ്യേണ്ടത് കാണിക്കേണ്ടത്. ഇനി നമുക്കിതിൽ പറയാനുള്ളത് സർപ്ലസ് ഇൻ ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ആ വർഷത്തിലുള്ള പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ കിട്ടും. അപ്പോൾ അതിൽ ആക്ച്വൽ റിസൾട്ട് എത്രയാണെന്നുള്ളത് അല്ലെങ്കിൽ ആക്ച്വൽ സർപ്ലസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൂടുതലും ചെയ്യുന്നത് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ബാലൻസ് ഷീറ്റിലെ നോട്ട് ടു അക്കൗണ്ട് ആയിട്ടുള്ള റിസർവ് ആൻഡ് സർപ്ലസ് എന്ന ഹെഡിലാണ് എന്ത് ചെയ്യുക ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുക. അപ്പോൾ അതിന് കൃത്യമായുള്ള ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ ആക്ച്വൽ എത്രയാണോ പ്രോഫിറ്റ് വേണ്ടത് ആ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലാ ടാക്സിനും ഡിവിഡൻറ്റിനും അതുപോലെ റിസർവിനൊക്കെ ശേഷം നമ്മുടെ കയ്യിൽ ആക്ച്വലായിട്ട് എത്ര പ്രോഫിറ്റാണ് ഉണ്ടാവുക എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം നമ്മൾ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ അതിൽ ഫോർമാറ്റിൽ നോക്കി നോക്കുക. അപ്പോൾ ആദ്യം വേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ആണ്, അതായത് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റാണ്. അതുപോലെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം ആഡ് പ്രോഫിറ്റ് ഡ്യൂറിങ് ദി ഇയർ അല്ലെങ്കിൽ ഈ വർഷത്തെ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിന് കൂടെ ഈ വർഷത്തെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ദെൻ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ലെസ് ചെയ്യാനാണ്. എന്തൊക്കെ ഉണ്ടോ ഇത് ലെസ് ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്, പിന്നെ ട്രാൻസ്ഫർ ടു അതർ റിസർവ്, ദെൻ അതുപോലെ ഇൻ്ററിം ഡിവിഡൻറ്റ് പെയ്ഡ്, പിന്നെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് പെയ്ഡ്, പ്രൊപ്പോസ്ഡ് ഇക്വിറ്റി ഡിവിഡൻറ്റ്, അതുപോലെ കോർപ്പറേറ്റ് ഡിവിഡൻറ്റ് ടാക്സ് തുടങ്ങിയവയെല്ലാം കുറച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക റിസർവ് ആൻഡ് സർപ്ലസിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം. ബാക്കിയുള്ള സർപ്ലസ് എന്ന് പറയുന്നത് അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ കൂടുതലും ചെയ്യുന്നത് എവിടെയാണ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ നോട്ട് ടു അക്കൗണ്ടിൽ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന ഹെഡിലാണ് എന്ത് ചെയ്യേണ്ടത് എഴുതേണ്ടത്. അപ്പോൾ ഈ ഹെഡിൽ ഈ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന ഹെഡ് ടോട്ടലായിരിക്കും നമ്മൾ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇനി ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഇൻ ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇപ്പോൾ താഴെ തന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് എന്ത് തയ്യാറാക്കാൻ പറയുന്നുണ്ട് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഇൻ ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ആക്ച്വലായിട്ടുള്ള പ്രോഫിറ്റ് എന്ത് ചെയ്യണം കണ്ടുപിടിക്കുകയാണ്. ഒന്നാമത് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ 2,50,000 രൂപ ഉണ്ട്. അതുപോലെ ബാലൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഇൻ ദി പ്രീവിയസ് ഇയർ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ഉണ്ട് 10 ലക്ഷം രൂപ. ദെൻ 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 5 ലക്ഷം, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 4 ലക്ഷം. ദെൻ ട്രാൻസ്ഫർ ടു ഡിബെഞ്ചർ സിങ്കിങ് ഫണ്ട് 51,500. ദെൻ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാവ് പ്രപ്പോസ്ഡ് 15 ഡിവിഡൻറ്റ് ഓൺ ഇക്വിറ്റി ഷെയർസ്. ഇത്രയാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് ആ സ്ഥാപനത്തിൻ്റെ ആക്ച്വലായിട്ടുള്ള പ്രോഫിറ്റ് എത്രയാണ് സർപ്ലസ് എത്രയാണെന്നുള്ളത് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട് എത്ര ലോസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഫോർമാറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ടാക്സിനെ കുറിച്ച് നമുക്കൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ കോർപ്പറേറ്റ് ഡിവിഡൻറ്റ് ടാക്സ് ഉണ്ട്. എത്രയാണ് ഒരു 17% കോർപ്പറേറ്റ് ഡിവിഡൻറ്റ് ടാക്സിലേക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായി നമ്മുടെ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് എത്രയാണെന്നുള്ളത്. പക്ഷേ ഈ ഒരു കോർപ്പറേറ്റ് ഡിവിഡൻറ്റ് ടാക്സ് നമുക്ക് തന്നിട്ടില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഒന്ന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, അതുപോലെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഈ 2 ക്യാപിറ്റലിന് മുകളിലും എന്ത് ചെയ്യണം നമ്മൾ ഡിവിഡൻറ്റ് കൊടുക്കണം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ മുകളിൽ 15%, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന് മുകളിൽ 10%മാണ് എന്ത് ചെയ്യേണ്ടത് ഡിവിഡൻറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ നെറ്റ് ഡിവിഡൻറ്റ് മുകളിലല്ല കൊടുക്കേണ്ടത്. ഏതിൻ്റെ മുകളിലാണ് ടാക്സ് ഡിവിഡൻറ്റ് മുകളിലാണ് ഗ്രോസ് ഡിവിഡൻറ്റ് മുകളിലാണ് എന്ത് ചെയ്യേണ്ടത് കോർപ്പറേറ്റ് ഡിവിഡൻറ്റ് ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കേണ്ടതുണ്ട് ഗ്രോസ് ഡിവിഡൻറ്റ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓക്കെ, അത് നോക്കി നോക്ക്. ഗ്രോസ് പ്രിഫറൻസ് ഡിവിഡൻറ്റ് അതായത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ ഗ്രോസ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് മൊത്തം ക്യാപിറ്റൽ എത്ര ഉണ്ട് 5 ലക്ഷം രൂപയാണ് അല്ലേ. 5 ലക്ഷം ഇൻറ്റു 100 ഡിവൈഡ് ബൈ 85 ഈക്വൽ ടു 58,824 രൂപയാണ് ഗ്രോസ് പ്രിഫറൻസ് ഷെയറിൻ്റെ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഈ 58,824 മുകളിലാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ 17% CDT ചാർജ് ചെയ്യേണ്ടത്. അതാണ് ഒന്ന് നോക്കി നോക്ക് 10,278 രൂപയാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ കോർപ്പറേറ്റ് ഡിവിഡൻറ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. ഇക്വിറ്റീൻ്റെ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയാണ് ഡിവിഡൻറ്റ് ഉള്ളത്. അപ്പോൾ ആ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് 6 ലക്ഷം ഇൻറ്റു 100 ഹരിക്കണം 85 അല്ലേ ഈക്വൽ ടു
70,588. ആ 70,588 മുകളിലാണ് എന്ത് ചെയ്യേണ്ടത് 17%-ലധികമുള്ള കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ത് ചെയ്യേണ്ടത് ചാർജ് ചെയ്യേണ്ടത്. അതാണ് 12,333 എന്ന് പറയുന്നത്. ഇതാണ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യണം, എത്ര ശതമാനമാണ് ബേസിക് ഉള്ള കാര്യങ്ങൾ ഒഴിവാക്കിയ ശേഷം ബാക്കിയുള്ള തുകയായിരിക്കും എന്തുണ്ടാവുക ഈ ഒരു നെറ്റ് ഡിവിഡൻഡുമേക്ക് കണക്കാക്കുക. അതിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ടാക്സ് ഈടാക്കേണ്ടത്. ഇതിൻ്റെ സൊല്യൂഷനാണ്. അപ്പോൾ നമ്മൾ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കണ്ടുപിടിച്ചു അല്ലേ. ഇനി അത് എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഫോർമാറ്റിൽ നമുക്കറിയാം. ആദ്യം എന്ത് വേണം, നമുക്ക് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് വേണം, ഈ വർഷത്തെ പ്രോഫിറ്റ് വേണം, പിന്നെ ഉള്ള ഫുൾ ട്രാൻസ്ഫേഴ്സ് ആണ്. ഇനി നോക്ക്, ഒന്നാമത്തെ ബാലൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് ഫോർ ദി പ്രീവിയസ് ഇയർ. കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് 10 ലക്ഷം രൂപ ഉണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ, ഈ വർഷത്തെ പ്രോഫിറ്റ് 25 ലക്ഷം ഉണ്ട്. ടോട്ടൽ 35 ലക്ഷം രൂപയാണ് നമ്മുടെ കയ്യിൽ ആകെയുള്ള പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്, ടാക്സ് കൊടുക്കുന്നുണ്ടൊക്കെ ഉണ്ട്, ട്രാൻസ്ഫറൊക്കെ ചെയ്യുന്നുണ്ട്. അതിലേക്കുള്ള ട്രാൻസ്ഫർ ചെയ്യുന്ന എല്ലാ ഐറ്റം എന്ത് ചെയ്യണം, ലെസ് ചെയ്യാനാണ്. അതിലൊന്നാമത്തെ ഐറ്റം നോക്ക്, പ്രിഫറൻസ് ഡിവിഡൻ്റാണ്. 5 ലക്ഷം രൂപയുടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്, 50,000 രൂപയാണ്. ഓക്കെ, 50,000 രൂപ ഡിവിഡൻഡ് ഉണ്ട്. അതേപോലെ ആ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ന് പറയുന്നത് എത്രയാണ്, 10,278 രൂപയാണ്. അതും കുറയ്ക്കണം. ദെൻ അതുപോലെ ഇക്വിറ്റി ഡിവിഡൻഡ് പറയുന്നുണ്ട്. 4 ലക്ഷത്തിൻ്റെ 15% എന്ന് പറയുന്നത് എത്രയാണ്, 60,000 രൂപയാണ്. ഓക്കെ, ഈ 60,000-ൻ്റെ 15 നമ്മൾ പറഞ്ഞിരുന്നു എത്രയാണ്, കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ആയിട്ട് 12,333 രൂപ ഉണ്ടായിരുന്നു. ദെൻ അതുപോലെ ഡിബെഞ്ചർ സിങ്കിങ് ഫണ്ട് 51,500 രൂപ. അപ്പോൾ ഇത്രയും അപ്രോപ്രിയേഷൻസ് ലെസ് ചെയ്ത ശേഷം ബാക്കി ടോട്ടൽ ഇത് എമൗണ്ടാണ് ഇപ്പോൾ സെക്കൻഡ് കോളത്തിലുള്ളത് 1,84,111. ഓക്കെ, ആ തുക നമ്മൾ എന്ത് ചെയ്യാണ്, പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന തുക 33,15,889 രൂപയാണ് ബാലൻസ് കിട്ടുന്നത്. ഈ തുകയാണ് നമ്മൾ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് റിസർവ് ആൻഡ് സർപ്ലസ് എന്ന ഹെഡിലേക്ക് എന്ത് ചെയ്യേണ്ടത്, ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.